ആധുനിക സൈനിക യുദ്ധരീതികളെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു രാജ്യം അതാണ് ഇസ്രയേൽ. അവർ ഉപയോഗിക്കുന്ന തന്ത്രപ്രധാനമായ ആയുധങ്ങൾ, വജ്രായുധങ്ങൾ ഇതൊക്കെ തന്നെ ലോകത്തെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ഗസ സിറ്റി പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കാനായിട്ട് ഇസ്രയേൽ ടാങ്കുകൾ പല ഭാഗങ്ങളിൽ നിന്നായി അവിടേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ബങ്കറുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നു. അവശേഷിക്കുന്ന 2000 അല്ലെങ്കിൽ 3000 വരുന്ന ഹമാസ് ഭീകരവാദികളെ തീർത്ത് കെട്ടാനുള്ള അന്തിമ ശ്രമം. ഇതിനിടയിലാണ് അടുത്ത തലമുറ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സൈനിക പ്രതിരോധ വിപ്ലവ രംഗത്ത് ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന വജ്രായുധത്തെ അവർ അവതരിപ്പിക്കുകയാണ്. അതായത് ലേസർ രശ്മികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അയൺ ബീം എന്ന് പറയുന്ന ഏറ്റവും അത്യന്താധുനികമായ യുദ്ധോപകരണം അവർ ഇറക്കുന്നു. അതായത് ഹമാസ് തീവ്രവാദികൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും യമനിൽ നിന്ന് ഹൂത്തി തീവ്രവാദികൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളെ വളരെ കുറഞ്ഞ ചെലവിൽ നശിപ്പിക്കാൻ കഴിയണം. അതായത് ചെറിയ ചെലവിൽ വരുന്ന ഡ്രോണുകൾ, മോട്ടോറുകൾ, UAV അതുപോലെ തന്നെ മിസൈലുകൾ ഇതൊക്കെ തന്നെ നശിപ്പിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ അയൺ ഡോം, ആരോ തുടങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നു. അത് വലിയ ചെലവാണ് വരുത്തുന്നത്. ഇസ്രയേലിനെ സാമ്പത്തികമായി വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. അങ്ങനെയാണ് അയൺ ഡോമിൻ്റെ പരിഷ്കരിച്ച രീതിയായ അയൺ ബീമിലേക്ക് ഇസ്രയേൽ ശ്രദ്ധയാകർഷിക്കുന്നത്. ഏതാണ്ട് 2014 സിംഗപ്പൂർ എയർ ഷോയിൽ വെച്ച് തന്നെ ഈ അയൺ ബീമിൻ്റെ പ്രദർശനം ഇസ്രയേൽ നടത്തിയിരുന്നു. അന്ന് തന്നെ ഈ ജൂതൻ്റെ ബുദ്ധിയെ ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. പക്ഷേ ഇത് പല രീതിയിൽ പരീക്ഷണം നടത്തിയിരുന്നെങ്കിലും ഇപ്പോഴാണ് പൂർണ്ണമായും പരീക്ഷണം വിജയിച്ചത് അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമായത്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ പരീക്ഷണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ആദ്യത്തെ ഹൈ പവർ ലേസർ ഇൻ്റർസെപ്റ്റർ പ്ലാറ്റ്ഫോം ഇതാണ് ഇസ്രയേൽ അവതരിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹീബ്രു ഭാഷയിൽ ഓർ ഈറ്റാൻ, അതായത് ഈറ്റൻ്റെ വെളിച്ചം എന്നറിയപ്പെടുന്ന ഈ യുദ്ധോപകരണം ഇസ്രയേലിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഇത് കൃത്യമായിട്ട് ഒരു മിസൈലോ അല്ലെങ്കിൽ UAVയോ അല്ലെങ്കിൽ ഈ പറയുന്ന മോട്ടോറുകളോ ഒക്കെ വരികയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഈ അയൺ ബീം ഈ ലക്ഷ്യത്തെ ഫോക്കസ് ചെയ്യും. അതായത് ഈ വരുന്ന പാതയിൽ ഒരു ബിന്ദുവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ലേസർ എല്ലാം കൂടെ, അതായത് ഒന്നിലധികം ലേസർ രശ്മികൾ ഒരേ ബിന്ദുവിൽ ഫോക്കസ് ചെയ്യും. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഈ ലക്ഷ്യത്തിലേക്ക് ലേസർ അറ്റാക്ക് നടത്തും. അപ്പം ഫൈബർ ലേസർ അറ്റാക്കിലൂടെ 4 സെക്കൻഡ് കൊണ്ട് ലക്ഷ്യത്തെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ 10 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടെങ്കിലും ഈ ലേസർ ബീം ഉപയോഗിച്ച് തകർക്കാൻ കഴിയും. ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊരു പക്ഷേ അയൺ ബീമിന് പകരമുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല. അയൺ ഡോമിന് പകരമുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിനേക്കാൾ അപ്പുറത്ത്, എന്നാൽ ചിലവ് കുറഞ്ഞത്. ഇപ്പം നമുക്കറിയാം വീടുകളിലൊക്കെ വൈദ്യുതി ഉപയോഗിച്ച് ബൾബ് കത്തിക്കുന്നു, ലൈറ്റ് കത്തിക്കുന്നു. അങ്ങനെ ഒരു ബൾബോ ലൈറ്റോ ഒക്കെ കത്തിക്കാൻ എത്ര വൈദ്യുതി ആവശ്യമാണോ അത്രത്തോളം ചിലവ് മാത്രമേ ഇവിടെ ഉണ്ടാവൂ. എന്ന് പറഞ്ഞാൽ $60,000 ചിലവഴിച്ച് അയൺ ഡോം അല്ലെങ്കിൽ താഡ് അതുപോലെ തന്നെ മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ആരോ പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇസ്രയേൽ ഉപയോഗിക്കുന്നത്. അത് വലിയ ചിലവ് വരുമ്പോൾ ഇത് കേവലം $2 മറ്റോ ചിലവ് വരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ വീട്ടിലൊരു ബൾബ് കത്തിക്കുന്നതിന് ആവശ്യമായ വൈദ്യുതി എത്രത്തോളം ഉണ്ടോ അത്രയും വൈദ്യുതി ഉപയോഗിച്ച് ശത്രുക്കളുടെ ആക്രമണത്തെ തടയാൻ കഴിയും. മാത്രമല്ല ഏതാണ്ട് 50,000 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഈ അയൺ ഡോം പോലെയുള്ള സംവിധാനത്തിൻ്റെ ചിലവെങ്കിൽ ഇത് ഏതാണ്ട് $50,000 താഴെ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ സാമ്പത്തികമായിട്ടും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാം. ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സുപ്രധാനമായ നാഴികക്കല്ല് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻ്റർസെപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളുടെ നീക്കത്തെ വളരെയധികം പെട്ടെന്ന് തീർക്കാം. നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഇറാൻ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി അദ്ദേഹം ഒരു അണക്കെട്ടിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഹെലികോപ്റ്റർ തകർന്ന് മരിച്ചു വീണ വാർത്ത പുറത്തു വന്നു. അന്ന് തന്നെ ഈ ഹെലികോപ്റ്റർ തകർന്നത് സംബന്ധിച്ച് ഒരുപാട് ദുരൂഹത നിലനിന്നിരുന്നു. അന്ന് ഉയർന്ന ആരോപണങ്ങളിലൊന്ന് ലേസർ ബീമുകൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് ഈ പറയുന്ന പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്ററിനെ തന്നെ തകർത്തു. ഇതിന് പിന്നിൽ ഇസ്രായേലാണോ എന്നൊക്കെ സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിച്ചു. കാരണം
കാരണം 2014 മുതൽ തന്നെ ഈ അയൺ ബീമിൻ്റെ പരീക്ഷണ ഘട്ടം വിവിധ തലങ്ങളിലായിട്ട് ഇസ്രായേൽ ആരംഭിച്ചു. ഒരു പക്ഷേ അന്നും ഇത്തരത്തിലുള്ള ആക്രമണം നടന്നിരിക്കാം. ഇവിടെ ഇസ്രായേൽ ഇക്കാര്യം ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരിക്കലും തങ്ങൾ നടത്തുന്ന ആക്രമണമോ തങ്ങൾ മൊസാദ് നടത്തുന്ന ഓപ്പറേഷനോ ഒന്നും തന്നെ ഇസ്രായേൽ ഔദ്യോഗികമായി സമ്മതിക്കില്ല. ഒരു പക്ഷേ 5-10 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ സംഭവിച്ചു എന്ന് ഇസ്രായേൽ പറഞ്ഞേക്കാം. ഇവിടെയും ഈ പറയുന്ന ഇറാൻ പ്രസിഡന്റിനെ ഒരു പക്ഷേ കൊലപ്പെടുത്തിയത് ഇവരാണെങ്കിലോ ആ രീതിയിൽ സംശയം നിൽക്കുന്നുണ്ട്. എന്തായാലും വെടിയും പുകയും ഒന്നുമില്ലാത്ത അതിതീവ്ര വൈദ്യുതി അല്ലെങ്കിൽ ലേസർ രശ്മികൾ കടത്തിവിട്ടുകൊണ്ട് ശത്രുക്കളുടെ മിസൈലുകളെ, മോട്ടോറുകളെ, UAVകളെ, എന്തിന് ഡ്രോണുകളെ വരെ തകർക്കും. നമുക്കറിയാം വളരെ കുറഞ്ഞ ചെലവിൽ ഒന്നിലധികം ഡ്രോണുകൾ തുടർച്ചയായി ആക്രമണം നടത്തിയാൽ ഈ അയൺ ഡോമിന് അല്ലെങ്കിൽ താഡ് സംവിധാനത്തിന് അല്ലെങ്കിൽ ആരോ സംവിധാനത്തിനൊന്നും ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതാണ് 2021 ഒക്ടോബർ 7 ഈ ഹമാസ് ഭീകരർ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം നമ്മൾ കണ്ടത്. തുടർച്ചയായിട്ട് ഈ ഡ്രോൺ അറ്റാക്കൊക്കെ നടത്തിയപ്പോൾ ഈ അയൺ ഡോമിന് അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല. അന്നു മുതൽ തന്നെ ഈ പോരായ്മ പരിമിതികളൊക്കെ പരിഹരിക്കണമെന്ന് ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ഈ അയൺ ബീമിൻ്റെ പിന്നാലെയായിരുന്നു. പലപ്പോഴും ഇസ്രായേലിലെ ചില വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂത്തി തുടർച്ചയായിട്ട് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇവിടെ ഇപ്പോൾ ഹൂത്തിയുടെ ആക്രമണവും ഹമാസിൻ്റെ ആക്രമണവും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പുതിയ ഈ വജ്രായുധത്തിലൂടെ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഒരു ബൾബ് കത്തിക്കാനുള്ള വൈദ്യുതി മാത്രം ഉപയോഗിച്ച് ഇത് പ്രവർത്തിക്കാമെങ്കിൽ വൈദ്യുതി ഉള്ള കാലത്തോളം ഈ അയൺ ബീമിൻ്റെ പ്രവർത്തനം നിലയ്ക്കില്ല. അതായത് വെടിയുണ്ടകൾ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഹമാസ് ഒളിച്ചിരിക്കുന്ന ഗസ മേഖലയിലേക്ക് കൃത്യമായ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് നടത്താൻ ഇസ്രായേൽ എല്ലാ ശ്രമങ്ങളും ആരംഭിക്കും. ഇത് ഈ വർഷം അവസാനത്തോടുകൂടി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഭാഗമാകുമെന്നാണ് ഔദ്യോഗികമായി അവർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ നെതന്യാഹു ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ബന്ദികളെ മോചിപ്പിക്കുന്നത് വരെ, അവസാനത്തെ ഹമാസ് ഭീകരനെ തീർക്കുന്നത് വരെ ഈ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ലേസർ ബീമുകൾ ഉപയോഗിച്ചുള്ള അറ്റാക്ക് ഹമാസ് ഭീകരർക്ക് വലിയ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം കൃത്യമായ ലക്ഷ്യത്തെ 4 സെക്കൻഡ് കൊണ്ട് തകർക്കാൻ കഴിയുമെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടും പോകാതെ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരർക്ക് പിന്നെ ജീവൻ നഷ്ടപ്പെടുന്ന കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ UN ഈ വെടിനിർത്തൽ കരാറിനെ സംബന്ധിച്ചുള്ള പ്രമേയം US വീറ്റോ ചെയ്തതോടുകൂടി അവസാനത്തെ പ്രതീക്ഷയും പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നഷ്ടമായിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ തന്നെ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെയാണ് അടുത്ത തലമുറ യുദ്ധവിമാനം അല്ല യുദ്ധോപകരണം എന്ന നിലയിൽ ഇസ്രായേൽ അവതരിപ്പിക്കുന്ന ഈ അയൺ ബീം വരുന്നത്. റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഇപ്പോൾ ഇത് നിർമ്മിക്കുന്നത്. ഇപ്പം ശാസ്ത്ര ഫിക്ഷൻ സിനിമകളിലോ നോവലുകളിലോ ഒക്കെ കാണുന്നത് പോലെ ലേസർ രശ്മികൾ ഉപയോഗിച്ച് ശത്രുവിൻ്റെ ആക്രമണങ്ങളെ, അതും മിസൈൽ പോലെയുള്ള ആക്രമണങ്ങളെ പോലും പ്രതിരോധിക്കാം. ഇപ്പോൾ നമുക്കറിയാം കനത്ത മിസൈൽ ആക്രമണമോ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണമോ ഈ പറയുന്നത് പോലെയുള്ള മോട്ടോറുകളുടെ ആക്രമണമോ ഒക്കെ ഉണ്ടായാൽ ഒരുപക്ഷെ അയൺ ബീം ആയിരിക്കില്ല വരുന്നത്, അതിന് പകരം അയൺ ഡോം തന്നെ വരും. അതാണ് നേരത്തെ പറഞ്ഞത്, അയൺ ഡോമിന് പകരക്കാരനല്ല. മാത്രമല്ല ഈ അയൺ ഡോമിനും താഡിനും ഈ ആരോ സംവിധാനത്തിനുമൊക്കെ ഒരു അഡ്വാൻറ്റേജ് നൽകുന്ന സിസ്റ്റമാണ് അയൺ ബീം എന്ന് പറയുന്നത്. അപ്പം ഇറാൻ്റെ പുതിയ ലേസർ സാങ്കേതിക വിദ്യ ലോകം വളരെ ഗൗരവത്തോടെ ഉറ്റുനോക്കുന്നുണ്ട്. 2014 മുതൽ എയർ ഷോയിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ മുതൽ ജൂതൻ്റെ ടെക്നിക്കൽ വൈഭവത്തെ ലോകം വാഴ്ത്തിയതാണ്. ഇവിടെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് തനിക്കൊരു നോബൽ സമ്മാനം നേടിയെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിനിടയിലും ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആ ലക്ഷ്യത്തിൽ ഈ അയൺ ബീം എന്ന് പറയുന്നത് ഒരു തന്ത്രപ്രധാനമായ വജ്രായുധമായി മാറും. അമേരിക്കൻ സഹായമില്ലെങ്കിലും ഈ പലസ്തീനിലുള്ള അല്ലെങ്കിൽ ഗസ സിറ്റിയിലുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം അവിടെ ആരും ഉണ്ടാകരുത്, അവിടുത്തെ പ്രധാന പാതകളെല്ലാം അടയ്ക്കുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അൽ റാഷിദ് സ്ട്രീറ്റ് വഴി മാത്രമാണ് ഗസ സിറ്റി വിട്ടുപോകാൻ അവിടെയുള്ളവർക്ക് ആശ്രയമായത്. ഏതാണ്ട് 5 ലക്ഷത്തോളം പേർ അവിടെ നിന്ന് പോയി എന്ന് വരുന്നുണ്ട്. ഇനിയും അവിടെ അവശേഷിക്കുന്നവരെ കൊന്നു തള്ളുക മാത്രമായിരിക്കും ഇസ്രായേലിൻ്റെ ലക്ഷ്യം. നിലവിൽ 2021 ഒക്ടോബർ 7 ഹമാസിൻ്റെ ആക്രമണത്തിന് ശേഷം അവിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഏതാണ്ട് 65,000 കടന്നു. ചുരുക്കം പറഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ 12,000 പേരെയാണ് ഹമാസ് ഭീകരരെയും അതുപോലെ തന്നെ പലസ്തീനിലുള്ള ആൾക്കാരെയും ഒക്കെ ആയിട്ട് ഇസ്രായേൽ കൊന്നു തള്ളിയത്. ഈ അയൺ ബീമിൻ്റെ
സാന്നിധ്യം കൂടി ഉണ്ടാകുമ്പോൾ ഈ മരണനിരക്ക് കുതിച്ചുയരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ടാങ്കുകളും മറ്റും ഗസ സിറ്റിയിലേക്ക് കടന്നു കയറിയതോടെ 3 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 150-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ആശുപത്രികൾക്ക് നേരെ അതുപോലെ തന്നെ ഈ ടെൻറ്റുകൾക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ തുടരുകയാണ്. ഗസ സിറ്റി ക്ലീൻ ആക്കുക എന്ന് പറയുന്ന അന്തിമ ലക്ഷ്യത്തിൽ നിന്ന് ഇസ്രായേൽ 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.